Game over. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ ടൈറ്റിൽ ഇതാണ്: അടിമത്ത വിഷയത്തിൽ സ്വയം നിറയൊഴിച്ച് ലിയാഖത്ത്. ഇതാണ് നമ്മളെ വിഷയം ഇന്ന്. ഈ അടുത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു മുഹമ്മദ് വേളം എന്ന് പറഞ്ഞ മുഹമ്മദ് വേളം സാഹിബ്, അദ്ദേഹം ഈ അടുത്തൊരു വീഡിയോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അടിമത്ത വിഷയത്തിന് രാഹുലും ലിയാഖത്തുമായി നടന്ന ചർച്ചയുടെ ആ ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു വിശകലനം നടത്തിയ ഒരു വീഡിയോ ഇറക്കി. അപ്പൊ തന്നെ ചാടി വീണിട്ട് അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും എല്ലാം ഏകദേശം ഇതേ സമ്മതിക്കുന്നതായിട്ടും എന്നാൽ ഇസ്ലാമിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അതിനെ ഒരു മറച്ചു വെച്ചുകൊണ്ട്, അതാണല്ലോ നമ്മൾ കൃത്യമായിട്ടും ഈ കാഫിർ എന്ന് പറഞ്ഞാൽ തന്നെ അറിഞ്ഞ കാര്യം സത്യം മറച്ചു വെക്കുക എന്നുള്ളതാണ്. അതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൽ ഒരു തരം രോഗമുണ്ട്, അതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കേൾപ്പിച്ചുകൊണ്ട് മറുപടിയിലേക്ക് കടക്കാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഇൻട്രോ ആയിട്ട് പറയുന്നുണ്ടോ? ഇല്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അന്ധമായ വിരോധം, കാര്യങ്ങളെ വളരെ ലളിതയുക്തിയിൽ മാത്രം, അതിന്റെ സങ്കീർണതകളോ ചരിത്രപരതകളോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഹലാലാണോ ഹറാമാണോ. ഇപ്പോ ഖുർആനില് കുതിര ആയുധങ്ങൾ സംഭരിക്കുക, കുതിരപ്പടയും. അപ്പൊ കുതിരപ്പട സംഭരിക്കുക എന്നത് ഹലാലാണോ ഹറാമാണോ? ഹലാലാണ്. എന്ന് വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധമുണ്ടെങ്കിൽ കുതിരയെ ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഖുർആനിലെ വാക്കുകൾ മാറ്റമില്ലാത്തതാണ്, അത് അങ്ങനെ തന്നെ പിന്തുടരാൻ വിശ്വാസികൾ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് കുതിരയെ ഉപയോഗിച്ച് മാത്രമേ ആധുനിക കാലത്ത് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ, ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് ലിയാഖത്ത് വാദിക്കാൻ തുടങ്ങിയാൽ അതിനെക്കുറിച്ച് വിശ്വാസികളുടെ തന്നെ ഒരു മനസ്സിലാക്കൽ, അല്ലെങ്കിൽ ഇസ്ലാമിനെ സാമാന്യമായി മനസ്സിലാക്കിയവർക്ക് അതിനോടുണ്ടാകുന്ന ഒരു മനോഭാവം എന്താണോ അത് തന്നെയാണ് ഇക്കാര്യത്തിലും ഉണ്ടാവുക എന്ന് സൂചിപ്പിക്കുന്നു. യഥാർത്ഥ ഉത്തരം പറയാനുള്ള വിമ്മിഷ്ടത്തിൽ നിന്ന് എന്റെ ചോദ്യത്തെ വക്രീകരിക്കാനുള്ള നിഗൂഢമായിട്ടുള്ള ഒരു ശ്രമം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷ പറഞ്ഞാൽ അതാണ് ഇപ്പൊ ഇദ്ദേഹം നടത്തിയത്. അതായത് കുതിരപ്പടയെ സംഭരിക്കൽ അല്ലെങ്കിൽ കുതിര ഓട്ടം പരിശീലിക്കൽ, ആയുധം സംഭരിക്കൽ ഹലാലാണോ ഹറാമാണോ എന്ന് ഇസ്ലാമിൽ ചോദിച്ചാൽ ഉസ്താദ് തന്നെ ഉത്തരം പറഞ്ഞു ഹലാലാണ്. അതിനർത്ഥം എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ യുദ്ധം ചെയ്യണം എന്നോ, അല്ലെങ്കിൽ എല്ലാ യുദ്ധങ്ങളിലും ഇനി കുതിരയെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നോ ഇസ്ലാമിൽ നിയമമുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ്? അങ്ങനെ നമ്മൾ പറഞ്ഞില്ലല്ലോ. അതേ സമയത്ത് ഈ യുദ്ധത്തിന്റെ കാലത്തും ഈ മിസൈലുകളുടെ കാലത്തും റോക്കറ്റുകളുടെ കാലത്തും ഡ്രോണിന്റെ കാലത്തും ഒരു കൂട്ടം വിശ്വാസികൾ തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം ജിഹാദികൾ തീരുമാനിക്കുകയാണ് നമ്മൾ കുതിരപ്പുറത്താണ് യുദ്ധം ചെയ്യുന്നതെന്ന് തീരുമാനിച്ചാൽ, ഇസ്ലാമിൽ അത് ഹലാലാണ് എന്നതുകൊണ്ട് ഒരു കൂട്ടം പോരാളികൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾ കുതിരപ്പടയായിട്ടാണ് പോകാൻ പോകുന്നത് എന്ന് തീരുമാനിച്ചാൽ അവർക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സമല്ല, അത് ഹലാലാണ്. സോ ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ്. അതാണ് നമ്മൾ ഇറാഖിൽ കണ്ടത്, അതാണ് നമ്മൾ ഇസ്ലാമിന്. ഓക്കെ, ഇതാണ് നമ്മള് വിഷയത്തിലേക്ക് കിടക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിൽ ഒരു കാര്യം ഹറാമാണോ ഹലാലാണോ അത് അറിയാൻ വേണ്ടിയാണോ ഈ ചോദ്യമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് മറുപടി പറയാം, ഹറാമാണ് അല്ലെങ്കിൽ ഹലാലാണ്. എന്നാൽ ഈ ആളുടെ ഉദ്ദേശം അതല്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ഓരോ മറുപടി ഉണ്ടാവും. ഇപ്പൊ ഇസ്ലാമിൽ അടിമത്തം ഹറാമാണോ ഹലാലാണോ എന്ന വിഷയത്തിൽ നമ്മൾ ഒരു ചർച്ച വെച്ച് വിചാരിക്കാം. പെട്ടെന്ന് പരിപാടി ആയില്ലേ, ഹറാമാണ് അല്ലെങ്കിൽ ഹലാലാണ് എന്ന് പറഞ്ഞ പെട്ടെന്ന് പരിപാടി ആയില്ലേ. അതാണ് ആ ചോദ്യകർത്താവിന്റെ അല്ലെങ്കിൽ ആ വിമർശകന്റെ ഉദ്ദേശം എന്നുള്ളത്. ആ ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും നമ്മൾ അതിന്റെ എല്ലാ വിശദീകരണത്തിലേക്കും പോയിട്ട് അത് ഇന്നത്തെ കാലത്ത് എന്താണ് അതിനുള്ള രീതി, അത് എന്തൊക്കെയാണ്, അന്ന് എന്തുകൊണ്ട് അടിമത്തം ഇസ്ലാമിൽ അവിടെ നിലനിർത്തി, ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ചരിത്രപരമായിട്ടും അതിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ടുള്ള മറുപടി ആയിരിക്കും കൊടുക്കുക. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു കാര്യത്തിന് മറുപടി അത് എനിക്കിപ്പൊ കിട്ടണം, ഇപ്പം തന്നെ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇയാളെ മുന്നോട്ടുള്ള പോക്ക്. എന്തായാലും നമുക്ക് അജ്മൽ പറഞ്ഞിട്ട് ബാക്കി ഞാൻ ആഡ് ചെയ്യാം. അതായത് ഇതില് യഥാർത്ഥം നമ്മുടെ മുഹമ്മദ് വേളം സാഹിബ് വളരെ നല്ലൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇതില് ഒന്നാമതായിട്ട് ഈ ഒരു ഇതിന് ആ ഒരു എക്സാമ്പിളിന് മറുപടി പറയുന്ന ലിയാഖത്ത് അലിയുടെ ഒരു വാദം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇസ്ലാമിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമില് ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ഹലാലാവാനും അല്ലെങ്കിൽ ഹറാമാവാനും അതിന് കുറച്ച് കായികകളുണ്ട്. ഓക്കെ, അപ്പം അതായത് അതിന് ഇസ്ലാമിന് നമുക്ക് എന്താ പറയുകയാണെങ്കിൽ
5 കായികകളുണ്ട്. അപ്പൊ ആ 5 കായികകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിന്റെ ഓരോ ശരീഅത്ത് നിയമങ്ങളും നിലനിൽക്കുന്നത്. അപ്പൊ അതിന് നമ്മള് ആ ശരീഅത്ത് നിയമങ്ങൾ നിലനിർത്തുന്ന ആ കായികകൾക്ക് നമ്മള് ആ 5 കായികകളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മതം, അതായത് റിലീജിയൻ. അതുപോലെ 2 പറഞ്ഞാൽ ശരീരം, അതായത് നമ്മുടെ ശരീരം. 3 സമ്പത്ത്, അതായത് നമ്മുടെ സ്വത്ത്. 4 വംശാവലി അല്ലെങ്കിൽ വംശപരമ്പര. 5-മത്തത് മനുഷ്യബുദ്ധി. ഈ 5 കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും ഉള്ളത്. ഓക്കെ, ആ 5 കാര്യങ്ങളിലേക്കാണ് ഈ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും വരുന്നത്. അപ്പോ ഒരു കാര്യം ഹറാമാണോ ഹലാലാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ 5 കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആണോ ഈ കാര്യമെങ്കിലാണ് അത് ഹലാലാവത്തുള്ളൂ. അപ്പൊ അതിന് ഒപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഹറാമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ബേസ്. പക്ഷേ ഫിഖിന്റെ ഒരു അടിസ്ഥാനം അറിയാത്തത് കൊണ്ടാണ് ലിയാഖത്ത് അലി ഇത്രയും നാള് ഈ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതെന്ന് നമുക്ക് ഈ ഒരു മറുപടിയിൽ നമുക്ക് മനസ്സിലാവും. അതായത് മക്കാസിദ് ശരിയ എന്ന് പറയുന്ന ഇസ്ലാമിന് അടിസ്ഥാനങ്ങൾ, അതായത് ശരീഅത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഉള്ള 5 കായികകൾ, ആ 5 കായികകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഹറാമാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞ നമ്മുടെ ഈ വിഷയം, അതായത് നമ്മുടെ യുദ്ധത്തിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് മർക്കാവ ടാഗും കൊണ്ട് വരുമ്പോൾ നമ്മൾ കുതിരപ്പടയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഹറാമാണോ ഹലാലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എന്താണ്? അത് ഹറാമാണെന്നുള്ളതാണ്. കാരണം എന്താണ്? നമ്മുടെ ശരീരവും സമ്പത്തും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മനുഷ്യബുദ്ധിയും അവിടെ നശിപ്പിക്കുകയാണെന്നെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യം, അതായത് നമ്മൾ സ്വയം നശിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഹറാമാണ്. അതേപോലെ തന്നെ ഈ 5 കായികങ്ങളിലുള്ള കാര്യങ്ങൾ ഏത് നശിക്കാൻ കാരണമാവുന്ന കാര്യങ്ങളും ഹറാമാണ്. അപ്പോൾ മർക്കാവ ടാങ്കിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഒരു കുതിരപ്പടയും ആനപ്പടയും കൊണ്ട് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി, അവൻ ചെയ്യുന്നത് ഹറാമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. ഓക്കെ, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് വേള സാഹിബ് അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഖുറാനിൽ തന്നെ നമുക്ക് എക്സാമ്പിൾസ് കാണാൻ പറ്റും. നിങ്ങൾ സ്വയം നശിക്കരുത് എന്നുള്ള ആയിട്ട് നമുക്ക് ഖുറാന്റെ സൂറത്ത് നിസായിലെ 129 ആയത്ത് അതൊന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ സൂറത്ത് നിസാന്റെ 29 വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യരുത്, കൊന്നുകളയരുത്. അതായത് ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ആത്മഹത്യ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അവിടെ വിലക്കാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്വയം മരിക്കാൻ പോകുന്നത്, അതായത് സ്വയം മരിക്കുന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ മർക്കാവ ടാങ്ക് വരുന്ന സമയത്ത് നമ്മൾ കുതിരപ്പടയം കൊണ്ട് എന്ത് ചെയ്യുക, അതിനെ എതിർക്കാൻ പോകുന്നത്. അപ്പം അത് ഹറാമാണോ ഹലാലെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു മുസ്ലിമിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിമും അത് ഹലാലാണെന്ന് പറയില്ല. അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാനം അറിയുന്ന ഒരു മുസ്ലിമും അത് ഹലാലാണെന്ന് പറയില്ല. അപ്പം അത് ഹറാമാണ് ഇപ്പോ ഈ സാഹചര്യത്തിൽ. പക്ഷെ ആ സാഹചര്യത്തിൽ അത് ഹറാമല്ല, ഹലാലാണ്. അപ്പൊ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഇസ്ലാമിന്റെ ഓരോ വിധികളും വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് സൂറത്ത് ബക്കറയിലെ 195 ആയത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ തന്നെ എന്ത് ചെയ്യും, നാശത്തിലേക്ക് തള്ളിയിടരുത് എന്നുള്ളത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പല പണ്ഡിതന്മാരും അത് എല്ലാ വിഷയത്തിലും ഉള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് കാണാൻ പറ്റും. അത് വെൽത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, പക്ഷെ അത് എല്ലാ വിഷയത്തിലും ആപ്ലിക്കബിൾ ആണെന്ന് പല പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം, അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ശരീരം നശിപ്പിക്കരുത് എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനമുണ്ട്. അതുപോലെ തന്നെ മക്കാസദ് ശരിയയില് നമ്മുടെ ശരീരം സ്വന്തമായിട്ട് നശിപ്പിക്കരുത് എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ അത് ഹറാമാണ് എന്നുള്ളത് പറഞ്ഞ് ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇതിനെ റിലേറ്റ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത്. അപ്പൊ അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവ് യഥാർത്ഥ ലിയാഖത്ത് അലിക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ, അതാണ് നമുക്ക് ഇപ്പം 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് മതം കൃത്യമായിട്ട് അനുഷ്ഠിക്കാനും അള്ളാഹുവിന് അത് കൃത്യമായിട്ട് പഠന വിധേയമായിട്ട് അത് അനുഷ്ഠിക്കുക എന്നുള്ളത് എല്ലാ രീതിയിലും അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ശരീരം, സ്വന്തം നഫ്സിനെ കൃത്യമായിട്ട് നമ്മൾ ഒരു കാര്യത്തിലേക്ക് എന്തെങ്കിലും അതിനെ ഇപ്പോ എന്തോ ആട്ടെ നമുക്ക് അതിന് എന്താ പറയാ, നമുക്ക് ഹാനികരമായിട്ടുള്ള രീതിയിലുള്ള എന്തും അത് നമ്മൾ എടുത്തു ചാടിയിട്ട് ഇപ്പോ ഉദാഹരണത്തിന് എന്താ പറയാ, നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് വേണം അപ്പുറത്ത് ആ സൈനികന്റെ അടുത്തേക്ക് എത്താന്ന് വിചാരിക്കാം. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ എന്താകും സ്ഥിതി? ഈ ചാടുന്ന ആള് മരണപ്പെടും. അവിടെ എത്തിയിട്ട് പിന്നെ എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അതേപോലെ നമ്മുടെ ശരീരം ഇല്ലാതെ പിന്നെ നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ സമ്പത്ത്, അത് നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വംശ പാരമ്പര്യം, അത് നമ്മളിപ്പോ വിവാഹത്തിലൂടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ ഉണ്ടാവേണ്ടത്. അതൊക്കെ
അതേപോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധിയെ കൃത്യമായിട്ട് സംരക്ഷിക്കണം. അത് മനുഷ്യന്റെ ചിന്താശേഷിയും വിവേകവും ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ അത് ഇപ്പൊ മദ്യം നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് മദ്യം മാത്രമാണ് നിരോധിച്ചതെന്നല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അറിവ്, പഠനം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പറഞ്ഞ അക്കലുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരും. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഒരാള് മുസ്ലിം ആയിട്ട് എങ്ങനെയാണ് ജീവിക്കുക? ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിത രീതിയും ജീവിത പദ്ധതിയാണ് മുന്നോട്ട്. ദീൻ എന്നുള്ളത് മതം എന്നുള്ള ഒന്നിലേക്ക് ചുരുങ്ങല്ല ചെയ്യുന്നത്, അതിന്റെ അർത്ഥം വിശാലമാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇസ്ലാമിൽ കൃത്യമായിട്ടായി കാണാൻ കഴിയും. നമുക്ക് പ്രവാചകന്റെ കാലത്ത് തന്നെ അങ്ങനെ കൃത്യമായിട്ട് അത് കണ്ട് മനസ്സിലാക്കി ജീവിച്ച ആളുകളാണ് സഹാബത്തും. പിന്നീടുള്ള അയിമ്മത്തുകളൊക്കെ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അടിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ സൂറത്ത് മുഹമ്മദ് അതില് 4-ാമത്തെ വചനത്തിൽ കൃത്യമായിട്ട് അമാനി തഫ്സീറും മറ്റു തഫ്സീറും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയാം. എന്താ വെച്ചാൽ ഈ മറു വിഭാഗമുള്ള ആളുകൾ അടിമകളാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഭാഗത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മറ്റവരെ അടിമയാക്കേണ്ടതുള്ളൂ. അല്ലാത്ത കാലത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് നമുക്ക് വിശാലമായിട്ടുള്ള ഒരു അതിന്റെ വിശാലതയിലേക്ക് കടന്നാലേ അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അത് ആ കാലത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന ആ ഒരു ഇതിനെ എങ്ങനെ ഇസ്ലാം മാനവിക വൽക്കരിച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഇന്ന് ഇല്ലാത്തൊരു സംഭവമാണ് ഇത്. എന്തിനാണ് ഇത് ആളുകളുടെ ഇടയിലേക്ക് ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ, ദൈവം ഇങ്ങനെ എന്തിന് സമ്മതിച്ചു ഇത്രയ്ക്കും ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കീഴാക്കിക്കൊണ്ട്? ഇത് ശരിക്കും അറിയായിട്ടാണ്. ഇവർ ഈ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടുണ്ടായിരുന്ന റോമിലും മറ്റും ഉണ്ടായിരുന്നുള്ള അടിമകളുടെ ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട, അതേപോലെ തന്നെ ചാട്ടാവയർ കൊണ്ട് ദിവസവും അടി കിട്ടുന്ന വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യരെ പറ്റിയിട്ടാണ് ഇയാൾ പറയുന്നത്. ആ മനുഷ്യരെ കുറിച്ചല്ല ഇസ്ലാം പറയുന്നത്, അവരെ അല്ല ഇസ്ലാം പറയുന്നത്. അവരെ പോലുള്ള ആളുകളെ ഇസ്ലാമിന്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ സഹോദരനാണ്. രണ്ടാമത്തെ എന്താണ്, അവന് ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കണം. ആരാണോ അവനെ കൊണ്ടുവന്നിട്ടുള്ളത്, ആരുടെ കീഴിലാണോ ഉള്ളത്, അവനെന്താണോ കഴിക്കുന്നത് അത് കൊടുക്കണം. അതേപോലെ തന്നെ വസ്ത്രം, അവൻ ഉടുക്കുന്നത് അവന് കൊടുക്കണം. അതേ വസ്ത്രം, ആ ഒരു ലെവലിലുള്ള വസ്ത്രം കൊടുക്കണം. പിശുക്കനാണെങ്കിൽ ഫിക്കയിൽ കാണാം, പിശുക്കനായിട്ടുള്ള ഒരാളാണ് വിചാരിക്കുക, അയാൾ കീറിയും പറഞ്ഞു കിട്ടും. അയാൾ കീറിയും പറഞ്ഞു കിട്ടട്ടെ, ഇയാൾക്ക് അതിന്റെ ഒരു ഇടത്തരം സൈസ് സാധനം കൊടുക്കണം. ഭക്ഷണം ഇയാൾ കഞ്ഞി മാത്രമേ കുടിക്കുന്നു വിചാരിച്ചിട്ട് മറ്റൊരാൾക്ക് അങ്ങനെ കൊടുക്കരുത്. ഒരു മീഡിയം സൈസ് ഭക്ഷണം കൊടുക്കണം. ഒരു മധ്യമ നിലവാരമുള്ള ഭക്ഷണം കൊണ്ടുവന്ന ഈ വ്യക്തിക്ക് കൊടുക്കണം എന്നാണ്. അപ്പം അതേപോലെ തന്നെ ഈ ആളെ അടിക്കാൻ പറ്റൂല. അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. ഒരുപാട് ഹദീസുകൾ നമ്മൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റെഫറൻസുകളൊക്കെ നമ്മളിപ്പോ പറയണമെന്നില്ല. നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകൾ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പൊ യുഗം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഗ്രോക്കോ, GPT, ജെമിനി പോലുള്ള ബോട്ടുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ റെഫറൻസ് ഒക്കെ കിട്ടും. അപ്പൊ അത് നമ്മൾ ഈ വിഷയത്തില് എന്താണ് പറയുന്നത്, ഇനി സ്വയം നിറവേച്ചു എന്ന് നമ്മൾ പറയുന്നത്, അത് നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും അനുവദനീയമാണ്, ഹലാലാണ്. അപ്പൊ അവിടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ന്യായം എന്നും വെച്ചിട്ട് എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം ഇതൊന്നും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമല്ല. എല്ലാ മുസ്ലിങ്ങളും എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഓരോ അടിമയെ കച്ചവടം ചെയ്യണം എന്ന് ഇസ്ലാമിൽ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. യുദ്ധം ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ, യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ യുദ്ധം ചെയ്യൽ അനുവദനീയമാണോ? അനുവദനീയമാണ്. ഇതന്നെയല്ലേ നമ്മളും പറഞ്ഞ അജ്മലെ. അതെ, നമ്മള് വെറുതെ പറഞ്ഞപ്പോ അതായത് ഇപ്പം ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോ നമുക്ക് കഴിക്കാനായിട്ട് ഒന്നുമില്ല, അപ്പൊ ആ ഒരു സാഹചര്യത്തില് നമുക്ക് കുറച്ച് പന്നിയിറച്ചി മാത്രമേ ഉള്ളൂ, അപ്പൊ അത് കഴിക്കുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ, അനുവദനീയമാണെന്നല്ലേ പറയുള്ളൂ. അപ്പൊ സാഹചര്യം അനുസരിച്ചാണ് എന്ത് ചെയ്യുക, ഹലാലും ഹറാമും വരിക. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, ഇപ്പം സുഹൃത്ത് മുഹമ്മദിന്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞു എന്ന് പറയുന്ന പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അടിമകളാക്കി പിടിക്കുകയും നമ്മൾ അടിമകളാക്കി പിടിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമാവുക? അവര് പിന്നെ അവരെ വിട്ടയക്കുമ്പോൾ അവര് നമ്മുടെ ആൾക്കാരെയും അവരുപയോഗിച്ച് അവര് വലുതാവും. അതുപോലെ തന്നെ അവരുടെ ആൾക്കാരെ തിരിച്ചു പോകുമ്പോൾ അവരെന്ത് ചെയ്യും, അവര് നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വലിയ ശക്തിയിൽ വരും. അപ്പൊ നമ്മുടെ രാജ്യം, അതായത് നമ്മൾ സ്വന്തമായിട്ട് നശിക്കുന്നതിന് തുല്യമാണ് അത് എന്നുള്ളതാണ്. അപ്പം അത് പാടില്ല. അതുകൊണ്ടാണ് അവിടെ ഹലാലാക്കിയത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പൊ ആ ഒരു സിമ്പിൾ ലോജിക്ക്
പോലും ലിയാഖത്ത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഹലാലാണോ ഹറാമാണോ എന്നുള്ളതാണ്. അതായത് ഇപ്പോ യഥാർത്ഥത്തിൽ ഇസ്ലാമില് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് അടിമത്തം നടത്തുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഉത്തരം എന്താണ്? ഹറാമാണെന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ആയാലും മുസ്ലിം കൺട്രീസ് എല്ലാം ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഏത് കരാറാണ്? ജനീവ കൺവെൻഷനിലെ സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അങ്ങനെ സൈൻ ചെയ്തിട്ടുള്ള ഒരു രാജ്യമോ അല്ലെങ്കിൽ അതിൽ ജീവിക്കുന്ന മനുഷ്യരോ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ആ കരാർ ലംഘിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ കരാർ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല ഖുറാനിൽ തന്നെ പല ആയത്തുകൾ കാണാൻ പറ്റും. അതിൽ രണ്ട് രീതിയിലാണ് ഖുറാൻ പറയുന്നത്. ഒന്ന് ഖുറാൻ പറയുന്നത് വിശ്വാസികളെ കുറിച്ചാണ്. അതായത് വിശ്വാസികളുടെ നന്മയായിട്ട് ഖുറാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരാറുകൾ പാലിക്കുന്നവരാണ്. സൂറത്തിൽ മാഇദയിലെ 1-ാമത്തെ ആയത്തിൽ കാണാം അവർ കരാറുകൾ പാലിക്കുന്നവരാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്ത് ഇസ്രായേൽ 34-ാമത്തെ ആയത്തിലും കാണാൻ കഴിയും അവർ കരാറുകൾ നിറവേറ്റുന്നവരാണ് എന്നുള്ളത്. അതുപോലെ തന്നെ സൂറത്ത് മുഅ്മിനൂനിൽ കാണാം അവർ കരാറുകൾ പാലിക്കുന്നവരാണ് എന്നുള്ളത്. പിന്നെ കപട വിശ്വാസികളുടെ അടയാളമായിട്ടാണ് എന്ത് ചെയ്തത്? കരാർ ലംഘനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സ്വഹീഹ് മുസ്ലിമിലെ 58-ാമത്തെ ഹദീസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കപട വിശ്വാസികൾ കരാറുകൾ ലംഘിക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ നുണ പറയുന്നവരാണ്, അവർ കരാറുകൾ ലംഘിക്കുന്നവരാണ് എന്നുള്ള ആ ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ഇനി പ്രവാചകൻ അപ്പൊ ഇവർക്ക് പറയാം ഇതൊക്കെ മുസ്ലിങ്ങളുമായിട്ടുള്ള കരാറാണ്, ആ മുസ്ലിങ്ങളുമായിട്ടുള്ള കരാറിന് ആ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ലിയാഖത്ത് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രവാചകൻ തന്നെ അമുസ്ലിങ്ങളുമായിട്ട് കരാർ വെച്ചിട്ടുണ്ട്. അതില് അമുസ്ലിങ്ങൾ തന്നെ എഴുതിയ അതായത് സുറിയാനി ക്രൈസ്തവരും അന്നത്തെ നേതാക്കളുമായി പ്രവാചകൻ വെച്ച ഒരു കരാറുണ്ട്. അപ്പൊ ആ കരാർ ലംഘിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കരാർ ലംഘിക്കുന്ന ആരായാലും അവന് ശാപം ഉണ്ടാവട്ടെ, അവൻ മതത്തിൽ അന്യായം കാണിച്ചവരാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മുസ്ലിങ്ങൾ എഴുതിയല്ല, അവർ ആരിലോട്ടാണോ കരാർ വെച്ചത് അവര് പറഞ്ഞിട്ടുള്ളതാണ്. പ്രവാചകൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് അത് മാത്രമല്ല, എഴുതിയത് മാത്രമല്ല അതുപോലെ പാലിച്ചിട്ടുണ്ട്. പ്രവാചകനും പ്രവാചകന്റെ സ്വഹാബി അനുയായികളും ഖലീഫമാരും മറ്റു ഭരണാധികാരികളെല്ലാം പാലിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചെങ്കിസ് ഖാൻ ഉണ്ടല്ലോ, നമ്മുടെ RC അതായത് രവീന്ദ്രന്റെ ചെങ്കിസ് ഖാൻ. അപ്പം രവീന്ദ്രന്റെ ചെങ്കിസ് ഖാനും ശേഷമാണ് ആ കരാറ് ബ്രേക്ക് ആവുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിങ്ങൾ കരാർ പാലിച്ചിട്ടുണ്ടെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങൾ തന്നെ തെളിവാണെന്നുള്ളതാണ്. അപ്പൊ കരാറുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അടിമത്ത വിഷയത്തിൽ ഹലാലാണോ ഹറാമാണോ എന്ന് വെച്ചാൽ ഹറാമാണെന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ നിയമം ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് മാറുന്നതാണ്. ഒരു വിഷയത്തിൽ ഒരു കാര്യം ഹറാമാവും ഹലാലാവും. അതുപോലെ തന്നെ ഇപ്പൊ 5 കായികകളാണ്, 5 നിയമങ്ങളാണ് പറയുക. അതായത് ഒന്ന് വാജിബ്, സുന്നത്ത്, ജായിസ്, മക്രൂഹ്, ഹറാം. ഇതിൽ 5 സാഹചര്യവും വരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഉദാഹരണം നമ്മൾ നിക്കാഹിനെ കുറിച്ച് ചോദിക്കാം, വിവാഹത്തെ കുറിച്ച് ചോദിക്കാം, വിവാഹ ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഹലാലാണെന്ന് നമുക്ക് പറയാം, ബേസിക്കലി പറയാം. പക്ഷെ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ചോദിക്കണം. അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവന് വാജിബായിരിക്കും. കാരണം എന്താണ്? ചിലപ്പോൾ അവന് വിവാഹം കഴിച്ചില്ലെങ്കിൽ അവൻ തെറ്റിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണെങ്കിൽ അവൻ വാജിബായിരിക്കും. ചില ആൾക്കാർക്ക് സുന്നത്തായിരിക്കും, ചില ആൾക്കാർക്ക് ജായിസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് മക്രൂഹ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഇപ്പം ഒരു സ്ത്രീയെ നോക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരാളാണ് വിവാഹാന്വേഷണം നടത്തുന്നതെങ്കിൽ ചിലപ്പോൾ അവന് ഹറാമായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ വിഷയത്തിലും എന്ത് ചെയ്യാണ്, ഇസ്ലാമിന് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആ നിയമങ്ങൾ മാറും. അത് എല്ലാം ഈ 5 കായികകളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമം. സത്യം പറഞ്ഞാല് ലിയാഖത്ത് അലിക്ക് ഫിഖ് ഇപ്പം ബേസിക് ഉസൂൽ ഫിഖ് എന്താണെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമം എന്താണെന്നോ ഒന്നും അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടിമത്തം ഉള്ള ഒരു ഘട്ടത്തിൽ അത് അത്യാവശ്യമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത് ആവശ്യം വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കാവുന്ന തരത്തിൽ ഇസ്ലാമിൽ അനുവദനീയമാണോ? അനുവദനീയമാണ്.
അനുവദനീയമാണ് എന്നതുകൊണ്ട് ആളുകൾ എല്ലാ കാലവും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അത് വാജിബാണോ എന്നല്ല ചോദിച്ചത്, അല്ലെങ്കിൽ വാജിബാണെന്നൊരു ആക്ഷേപമല്ല ഉന്നയിച്ചത്. ഫർള് ഐനാണെന്നോ ഫർള് കിഫായാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അത് അനുവദനീയമാണ്, ഹലാലാണ്, അതൊരു ഫാക്റ്റാണ്. ഇനി ആയിക്കോട്ടെ, അനുവദനീയമാണ് എപ്പോ അതുള്ള സാഹചര്യത്തിൽ. എന്നല്ലേ ഇയാൾ പറയുന്നത്? നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇയാള് മറ്റേ എക്കോ അടിക്കാനായി പറയാം. നമ്മളത് വിശദീകരിച്ച് പറയുന്നു, ഇയാളത് വക്രീകരിച്ച് പറയുന്നു എന്ന് മാത്രം. ഇയാൾക്ക് അറിയാം കാര്യങ്ങൾ. ആ രണ്ട് സംഭവത്തോടെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഇയാൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നാണ്. അജ്മലെ, കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പൊ മനസ്സിലായത്. ഏകദേശം എന്തൊന്നും പറയാനില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇസ്ലാമിലെ കരാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ ആയത്തുകളും ഹദീസുകളും പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് മനുഷ്യന്റെ എടുത്തുചാട്ടം പാടില്ല എന്നുള്ളത്, സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഉള്ള സൂയിസൈഡ് ബോംബ്സ്, അതേപോലെയുള്ള കാര്യങ്ങൾ, ISIS ചെയ്യുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ഉള്ള കാര്യങ്ങൾ തന്നെ അത് ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് ചെയ്തുകൊണ്ടും ഒക്കെ വരുന്ന ഒരുപാട് ഗ്രൂപ്പ്സുകൾ ഉണ്ട്. അവരെ മുൻനിർത്തിയിട്ടാണ് ഇവര് ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. ഇസ്ലാമിലെ എല്ലാ പണ്ഡിതന്മാരും കൃത്യമായിട്ട് അതിന് എതിരെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് സഹീഹുൽ ബുഖാരിയിലെ തന്നെ 2022-27 അതില് 3 വിഭാഗം ആളുകളെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇവർക്കെതിരെ സാക്ഷിയായിട്ട് നിലകൊള്ളും എന്നുള്ളത്. അതായത് അന്ത്യനാളിൽ അതിൽ കരാർ ലംഘിച്ചവനെ പറ്റിയിട്ട് അത് ഖുദ്സി ആയിട്ടുള്ള ഒരു ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വേറൊരു ഹദീസിനും കാണാൻ കഴിയും. അപ്പൊ ഇവിടെ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഒരു അത് ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ഹദീസുകളും ഒരുപാട് ആയത്തുകളും ഈ വിഷയത്തിൽ ഖുർആനിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നുള്ളതാണ് ഈ വിഷയത്തിൽ. അപ്പം നമ്മള് ഇപ്പം ഈ പറഞ്ഞ അവസാനം ഇയാൾ പറഞ്ഞ കാര്യം അയാൾ തന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അത് എപ്പോഴാണോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് ആ സമയത്ത് അത് എടുക്കുക എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് ഇസ്ലാമിന് നിയമം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ജനീവ കൺവെൻഷൻ വെച്ചിട്ട് നമുക്ക് യുദ്ധത്തിൽ പിടിക്കുന്ന ആളുകളെ ജയിലിലും മറ്റും സ്ഥലങ്ങളിൽ ഇടുന്നുണ്ട്. അപ്പം ഇസ്ലാമിക രാജ്യവും അതുപോലെ തന്നെയാണ് ചെയ്യും. ഇനി ചിലപ്പോൾ സിസ്റ്റം മാറാം, ആ രീതിയിലേക്ക് പോകും. അത് ഓരോ രീതിക്കനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകാന്നുള്ളതാണ്. യുദ്ധമുള്ളിടത്തോളം കാലം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരും. ആ രോഗരാജ്യങ്ങൾ എന്ത് നടപടി ആയിരിക്കും എടുക്കുക എന്നുള്ളത് അതിനനുസരിച്ചായിരിക്കും ഇസ്ലാം എടുക്കുക. പക്ഷെ ഇസ്ലാമില് അതിന് കൃത്യമായിട്ട് എന്ത് ഉണ്ട്, ഇതിനൊക്കെ ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളത്. ജയിലിൽ വെച്ചിട്ട് അവരെ പീഡിപ്പിക്കാനോ മറ്റൊന്നും പാടില്ല. ഇസ്ലാമിൽ കൃത്യമായിട്ട് അതിനൊക്കെ നിയമങ്ങളുണ്ട്. അതായത് ഈ പിടിച്ചു വെക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കണം. അതൊക്കെ ഒരു മേന്മയായിട്ടാണ് ഇസ്ലാം പറയുന്നത്. അതായത് അസീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ബന്ദികളായിട്ടുള്ള ആളുകളെ പറ്റിയതാണ്. അതേപോലെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പം ഈ അടിമത്ത വിഷയത്തിൽ തന്നെ ഇപ്പൊ മുസ്ലിങ്ങൾ അടിമത്തം നിലനിർത്തിയ മുസ്ലിങ്ങൾക്ക് അടിമത്തം ഹലാലാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിന് എങ്ങനെയാണ് ഒരാളെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ഒരു കാര്യം മോശമാണ്, അതായത് ഒരാളെ നമ്മൾ അയാളുടെ കൺട്രോൾ നിയന്ത്രിക്കുന്നത്, അതായത് അയാളെ ഒരു സ്ഥലത്ത് നിയന്ത്രിക്കുന്നത് തെറ്റാണ് എന്ന് നമുക്ക് വാദമുണ്ട് എങ്കിൽ നമുക്ക് ജയിലുകൾ മോശമാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പോൾ ഉള്ള യുദ്ധബന്ദികൾ മോശമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം തെറ്റാണെന്ന് പറയുന്നതിന് എന്ത് അടിസ്ഥാനത്തിലാണോ പറയുന്നത് എന്നും ഉള്ളതും വളരെ ഒരു കാര്യമാണ്. ഇസ്ലാമിലെ അടിമത്തം ഇനി മുമ്പ് കാലത്ത് ഉണ്ടായിരുന്നത് മോശമാണെന്ന് പറയണമെങ്കിലും അതിനെന്ത് ചെയ്യണം, ഒരു ന്യായം ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ കൂടെ അറിയാനുള്ളത്. അതെ, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാമില് ആ കാലത്ത് ഉണ്ടായിരുന്ന അടിമകളായി ഉണ്ടായിരുന്ന ആളുകൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്തു, ഈ വിഷയത്തിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതൊക്കെ ഒരു നല്ല ഒരു എന്താ പറയാ, അതൊരു ചർച്ചയാണ്. കാരണം ഇസ്ലാമിൽ ഉണ്ടായിരുന്ന ഈ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ആളുകളോട് ഇന്ന രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട്, അത് വളരെ മോശമാണ്. അങ്ങനത്തെ രീതിയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടു. ആ രീതിയെ ഇവർ എടുക്കുന്നില്ല. അങ്ങനെ ഒരു സംസാരം ഇവരുടെ ഇടയിലില്ല. ഇവരാകെ പറയുന്നത് വെച്ചാല് അന്ന് അടിമയാക്കിയില്ലേ. നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ എതിർഭാഗമുള്ള ആളുകൾ അടിമയാക്കി വെച്ചു, അതുകൊണ്ട് ഇസ്ലാമിന് അത് ചെയ്തേ പറ്റൂ. അത് ആത്മഹത്യപരമാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ആ രാഷ്ട്രത്തിന് തന്നെ
തകർച്ച ഉണ്ടാവും. അത് മാത്രമല്ല, ഓൾറെഡി ഒരുപാട് ഒരു സമ്പദ്ഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അന്ന് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു. അതിനെ ഒറ്റയടിക്ക് നിരോധിക്കാതെ തന്നെ മാനുഷികമായിട്ട് അതിനെ വളരെ നന്നാക്കി തീർത്ത് ആളുകളെ സമൂഹത്തിൽ ഉന്നതിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അടിമയായിട്ടുള്ള ആളാണെങ്കിൽ പോലും ഈ ആൾക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആദ്യമായിട്ട് പറയുന്ന എനിക്ക് തോന്നുന്നു പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവർക്കും അവകാശങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറയാം. പിടിച്ചു വെച്ചതാണെങ്കിലും അതൊരു സിസ്റ്റത്തിന്റെ പേരിൽ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അവരെ ദുരുപയോഗം ചെയ്യരുത്, അവരെ അടിക്കരുത്, അവരെ ഷണ്ഡീകരിക്കരുത്, അവരെ ഉപദ്രവിക്കരുത് എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇസ്ലാം മുന്നോട്ട് വെച്ച് മുക്കാത്തബയിലൂടെ അതിന് സ്വയം ഒരാൾക്ക് മോചിതനായി പോകണമെന്നുണ്ടെങ്കിൽ അത് ആ ആളുമായിട്ട് സംസാരിച്ച് ഇത്ര പണം എന്ന രീതിയിലോ അല്ലെങ്കിൽ അയാൾക്ക് വെറുതെ വിടാനോ ഒക്കെ അനുവാദമുണ്ട്. അത് മാത്രമല്ല, ഇനി ഇത്ര മാസത്തെ ഒരു കരാർ വെച്ചുകൊണ്ട് ഇത്ര പണം കൊടുക്കാമെന്ന് പറഞ്ഞ് പക്ഷെ ആ കാലാവധിക്കുള്ളിൽ ഇയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഗവൺമെന്റ് അയാളെ സഹായിക്കുന്ന, ഗവൺമെന്റ് മീൻസ് ബൈത്തുമാലിൽ നിന്നും, അതായത് ഇസ്ലാമിക രാജ്യത്തെ ഖലീഫയുടെ ആ ഖജനാവിൽ നിന്ന് തന്നെ ഇയാളെ സഹായിക്കാനുള്ള സക്കാത്തിന്റെ ഒരു വിഹിതം തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് സൂറത്ത് 9-ാം അധ്യായത്തില് സൂറത്ത് തൗബയിലെ 60-ാമത്തെ വചനത്തിൽ കൃത്യമായിട്ട് ആ വചനം നമുക്ക് കാണാൻ കഴിയും. ഇതാണ് വിഷയത്തിൽ പറയാനുള്ളത്. വേറെ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്താൽ? ഇതിലിപ്പോ നമ്മള് അന്ന് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമില് ഒരു കാര്യം ഹറാമാവാനും ഹലാലാവാനും അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സന്ദർഭം അനുസരിച്ചാണ് ഒരു കാര്യം ഹറാമാണോ ഹലാലാണോ എന്നുള്ളത് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ്. അപ്പം അതിന് യഥാർത്ഥത്തില് ലിയാഖത്തലിക്ക് ഒരു അറിവുമില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും അത് കാപട്യം കാണിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിൽ ഒരു കാര്യം ഹലാലായി കഴിഞ്ഞാൽ അത് എപ്പോഴും ഹലാല്, അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമായി കഴിഞ്ഞാൽ എപ്പോഴും ഹറാമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ ഉള്ളത്. അപ്പൊ ഇസ്ലാമിൽ ഒരിക്കലും ഒരു അബ്സല്യൂട്ട് മൊറാലിറ്റി അല്ല ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്, ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയാണ്. ആ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ദൈവത്തിൽ നിന്നുള്ളതാണ്. ആ ദൈവം ആ മൊറാലിറ്റി എങ്ങനെയാണ് 5 കാര്യങ്ങൾ, അതായത് 5 കാര്യങ്ങളുടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും. അത് എങ്ങനെ വരണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഉസൂൽ എന്താണ് ഇസ്ലാമിനുണ്ട്. അപ്പോൾ ഇസ്ലാമിന് കൃത്യമായിട്ട് ഓരോ സാഹചര്യത്തും എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് കൃത്യമായി വേർതിരിക്കാൻ പറ്റുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ലിയാഖത്തലി ആ ഒരു ഹലാലാണോ ഹറാമാണോ എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തില് ഇസ്ലാമിന്റെ കയ്യിൽ ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് മറുപടി ഉണ്ട്. പിന്നെ ലിയാഖത്തലി സ്വന്തമായിട്ട് തന്നെ പറഞ്ഞു, എപ്പോഴും അടിമയാക്കി പിടിക്കാന്ന് പറയുന്നത് വാജിബോ അല്ല എന്ന് ലിയാഖത്തലി തന്നെ പറഞ്ഞു. അപ്പം ഞാനിപ്പോ അടിമയായിട്ട് പിടിച്ചില്ലെങ്കിൽ, ഒരാളെ പിടിച്ചില്ലെങ്കിൽ, എനിക്ക് ഒരു അടിമ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും കിട്ടാനും പോകുന്നില്ല. അടിമ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യം കിട്ടാനും പോകുന്നില്ല, അടിമ ഇല്ലെന്ന് പറഞ്ഞ നഷ്ടപ്പെടാനും പോകുന്നില്ല. ഇനി ഞാൻ ഇപ്പോ ഒരാളെ അടിമയായിട്ട് പിടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഇപ്പൊ ഒരാളെ അടിമയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവനെ ചെയ്യുന്നത് തെറ്റാണ്, ഹറാമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് അല്ലാതെ ഒരു അടിമയെ പിടിക്കുന്നത് ഓൾറെഡി ഹറാമാണ്. യുദ്ധത്തിൽ തന്നെ കരാറുള്ള സമയത്ത് പിടിക്കാൻ പാടില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് അടിമ ഇസ്ലാമിൽ ഹലാലായിട്ടുള്ളത്. അതും ഏറ്റവും മാനവികമായിട്ട് ആണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്നത്. അത് ലിയാഖത്തിൽ അവസാനം ഒരു വിസമ്മതത്തോടെ ആണെങ്കിലും ഒന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇത്രയും നാള് ഞാൻ അടിമത്തം കാരണമാണ് ഇസ്ലാം ഇട്ടതെന്ന് പറഞ്ഞ ലിയാഖത്തലി അവസാനം എന്താണ് സ്വയം നിറവേച്ച് എന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോ കാണാൻ പറ്റിയത് എന്നുള്ളതാണ്. അതിലൊരു കാര്യം കൂടി അറിയുന്നത്, ഇയാൾ പറയുന്ന വേറൊരു വാദമുണ്ട്. അതായത് ഇസ്ലാമിലെ അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നന്മയായിട്ടും വളരെ പ്രതിഫലാർഹമായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഇന്നുള്ള മുസ്ലിങ്ങൾക്ക് അത് വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഒരു പൊട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുഹമ്മദ് വേളം തന്നെ ഒരു മറുപടി ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പം ഖുർആനിൽ പറയുന്നുണ്ട്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, അഗതികളെ സംരക്ഷിക്കണം, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് പട്ടിണി ഒന്നും ഇല്ലാത്തൊരു സ്ഥലം വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് പട്ടിണി ഉണ്ടാക്കാം, എന്നിട്ട് അവരെ സഹായിക്കാം, എന്നിട്ട് ഈ പ്രതിഫലം വാങ്ങാം. അതേപോലെ ഈ അടിമയില്ലാത്തൊരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ആൾക്കാരെ അടിമയാക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, അവരെ മോചിപ്പിക്കാം. അതായത് ഈ വ്യാഖത്ത് പറയുന്നത് വെച്ചാല് ഈ അടിമകളാക്കിയിട്ട് മോചിപ്പിക്കുക, എന്നിട്ട് പ്രതിഫലം വാങ്ങാന്നുള്ളതാണ്. പ്രതിഫലം വാങ്ങാൻ വേണ്ടിയിട്ടാണ് അടിമയാക്കിയിട്ട് മോചിപ്പിക്കുന്നത്. ഇത് എന്ത് ലോജിക്കാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്
എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ആ, എനിക്ക് വേറൊരു എക്സാമ്പിൾ ഇപ്പൊ ഓർമ്മ വന്നു. ഇപ്പൊ ലിയാഖത്ത് അലി ചിലപ്പോ ഇങ്ങനെ ചെയ്യും. അതായത് ഒരാൾ നമ്മൾ ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷിക്കുന്നത് ഭയങ്കര മഹത്തായ കാര്യമാണ്. ചിലപ്പോ ഇന്ത്യ അവാർഡ് കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ലിയാഖത്ത് അലി ഒരാൾ ആക്സിഡന്റ് പെടുത്തിയിട്ട് സ്വന്തമായി പോയി രക്ഷിക്കുന്ന ചിലപ്പോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ലിയാഖത്ത് അലിക്ക് ഉണ്ടാവും. ചിലപ്പോ ആ ഒരു മൈൻഡിൽ നിന്നായിരിക്കും ലിയാഖത്ത് അലി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമേ ഇതൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ലിയാഖത്ത് അലിക്ക് അറിയാം. ലിയാഖത്ത് അലിയുടെ ആൾക്കാർക്ക് ഒരു മിനിമം കോമൺ സെൻസ് പോലും ഇല്ല എന്നുള്ള ചിലപ്പോൾ ലിയാഖത്ത് അലിക്ക് അറിയാവുന്നതുകൊണ്ടാണോ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ പറയുന്നതെന്ന് അറിയില്ല. അല്ല, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ മനസ്സിലൊരു രോഗമുണ്ട്. ആ രോഗം എന്താന്ന് വെച്ചാല് അത് മൂർച്ഛിച്ച് മൂർധാവിലെത്തിയിട്ട് ഇനി ഇതിൽ നിന്നൊരു പിന്നോട്ട് പോയി കഴിഞ്ഞാൽ സമൂഹം എന്ത് വിചാരിക്കും? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇനി ഞാൻ മറുപടി പറയണ്ടേ? അപ്പം അതിനേക്കാൾ നല്ലത് ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും? എനിക്കിപ്പോ ഡെയിലി ലൈവ് ചെയ്താൽ അതിനനുസരിച്ച് വരുമാനം കിട്ടും. അപ്പം ഞാൻ എന്റെ ഇവിടെ ഉള്ള ഇപ്പോഴത്തെ ജീവിതം മുന്നോട്ട് പോവാ, ബാക്കിയുള്ള പിന്നീടല്ലേ. അത് മരണ ശേഷം ജീവിതം ഇല്ലെങ്കിലോ എന്നുള്ളതൊക്കെ ചിലപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും ഒരു വാശി അല്ലെങ്കിൽ ഈഗോ കാരണമായിരിക്കാം ഇപ്പോഴും അവിടെ ഉറച്ചു നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പൊ നമുക്ക് ഫിറോവിന്റെ അടുത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലുമ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും സമ്മതിക്കുന്നില്ല. നേരിട്ടിട്ട് കാണിച്ചിട്ടും ഇത് മായാജാലമാണെന്നും അതേപോലെ കടൽ പിളർന്നിട്ട് കണ്ടിട്ടും അയാൾ എന്താ പറഞ്ഞു? അയാൾ ആ വഴിക്ക് പോയി നോക്കുകയാണ് ഇവരെ പിടിക്കാൻ. ഇത്രയും വലിയൊരു ദൃഷ്ടാന്തം കണ്ടിട്ട് പിണിയും വരെ വൈത്താലെ പോയിട്ട് പിടിക്കാൻ പോയി. അപ്പൊ പിന്നെ പറഞ്ഞ കാര്യമില്ല, അയാള് അങ്ങനെ മുക്കി നശിപ്പിക്കപ്പെടുക എന്നുള്ളതല്ലാതെ അള്ളാഹു ഒരുപാട് ആളുകളെ ഈ നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാന്ന് അള്ളാഹു അല്ല. അപ്പൊ നമ്മൾ ഇയാള് നരകത്തിലാണെന്നല്ല പറയുന്നത്, ഇയാൾക്കും മാറാം. അയ്യൂബ് മൗലവിയും ഒക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ മാറും. അപ്പോ ഇസ്ലാം വിരോധത്തിൽ നടന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇസ്ലാം പ്രബോധനമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇൻഷാ അള്ളാഹ് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നമ്മൾ നിർത്താണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.